ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 326. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7, അനുവാകം 4, സൂക്തം 48. ഇത് കഴിഞ്ഞ 2 സൂക്തങ്ങളുടെ അതേ രൂപത്തിലുള്ളതാണ്. കഴിഞ്ഞ സൂക്തങ്ങളിലെ കറുത്ത വാവുനാളിലെ ചില വിശേഷ സമയങ്ങളാണ് പറഞ്ഞത്. അപ്പം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാധാരണ കർത്തവാവ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിനും പറ്റിയതല്ല. മുഹൂർത്തം നല്ലതല്ല. ഇന്ന് പറയാൻ പോകുന്നത് വെളുത്ത വാവിനെ പറ്റിയാണ്. അപ്പം വെളുത്ത പക്ഷത്തിലും സാധാരണ നല്ല കർമ്മങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ല. കർത്തവാവ് നാളിലാണെങ്കിലും നല്ല സമയങ്ങളെല്ലാം ഉണ്ട്. അതാണ് കഴിഞ്ഞയിലൂടെ പറഞ്ഞത്. ഇതിലൂടെ വെളുത്ത നാളിൽ നല്ല സമയങ്ങളുണ്ട് എന്ന് പറയാൻ പോവുകയാണ്. ഒരു ഉദാഹരണം പറയാം. ശനിയാഴ്ച എന്ന് പറയുന്നത് ശനിയുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. ശനിയാണ് അധിപൻ. സാറ്റർഡേ എന്ന് പറയും. അത് സാറ്റേൺ എന്ന ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൺഡേ എന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സൂര്യൻ്റെ ദിവസം എന്ന് പേര് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച ശനിയുടെ ദിവസമായതുകൊണ്ട്, ശനി പൊതുവെ മോശം ഗ്രഹമായതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച നല്ല ദിവസമല്ല എന്ന് പറയും പൊതുവേ. അതിൻ്റെ അർത്ഥം ശനിയാഴ്ച എല്ലാ സമയവും മോശമെന്നല്ല. കാരണം ശനിയാഴ്ച ശനിയുടെ ദിവസം തന്നെയാണെങ്കിലും ഓരോ മണിക്കൂർ വെച്ചിട്ടും അതിന് ഹവർ എന്ന് പറയുന്നത്, ഓരോ മണിക്കൂറും മറ്റുള്ള ഗ്രഹങ്ങളും ബലവാന്മാരാകുന്നുണ്ട്. അപ്പം ശനി എന്ന് വെച്ചിട്ട് മുഴുവൻ ശനിയല്ല. ശനിയാഴ്ച തന്നെ ഓരോ മണിക്കൂർ ഇടപെട്ടിട്ട് സൂര്യനും ചന്ദ്രനും ഓരോ ഗ്രഹങ്ങൾക്ക് ബലം വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലും കർമ്മം ചെയ്യാൻ ഫലം കിട്ടും. പക്ഷെ പൊതുവെ നമ്മൾ ശനിയുടെ ദിവസം എന്ന് വെച്ചിട്ട് പിന്നെ അതിന് കംപ്ലീറ്റ് ഒഴിവാക്കുകയാണ്. അതുപോലെ കർത്തവാവിന് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കുകയാണെങ്കിലും ഇവിടെ അഥർവവേദം പറഞ്ഞു തരുന്നു കർത്തവാവിന് നല്ല സമയങ്ങളെല്ലാം ഉണ്ട്. ഈ മന്ത്രത്തിൽ വെളുത്ത വാവിനും പൊതുവെ നമ്മളെല്ലാത്തിനും ഒഴിവാക്കുമെങ്കിലും അതിലും നല്ല മുഹൂർത്ത നിമിഷങ്ങൾ ഉണ്ട്. പക്ഷേ ജ്യോതിഷം അതെല്ലാം പൊതുവെ അങ്ങ് വെളുത്ത വാവും കർത്തവാവും എല്ലാം ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. പൊതുവെ അങ്ങനെ ഒഴിവാക്കുന്നത് എനിക്ക് തോന്നുന്നത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനുള്ള കുറച്ച് പ്രയാസം കൊണ്ടായിരിക്കാം. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പീരീഡാണ്. അപ്പം ആ പീരീഡ് സാധാരണ നിലയിൽ ഒരു മുഹൂർത്തം എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് സമയമുണ്ട്, ആവശ്യത്തിനുള്ള സമയം കിട്ടും. പക്ഷേ ഇതെല്ലാം പൊതുവെ മോശമായ ഒരു ദിവസത്തിലെ പ്രധാനപ്പെട്ട ചെറിയ സമയമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ലിമിറ്റേഷനൊക്കെ ഉണ്ടാകും. നമുക്ക് പ്രായോഗികമായിട്ട് അതത്ര ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതേസമയം ചിലതിനെല്ലാം അത് മതിയാവുകയും ചെയ്യും. ചില ആ പ്രത്യേക നമ്മളിപ്പോൾ ഒരു താലികെട്ട് എന്നെല്ലാം പറയുമ്പോൾ അതിന് കുറച്ച് സമയമല്ലേ വേണം. പക്ഷേ യഥാർത്ഥത്തിൽ താലി കെട്ടുന്നതിനെക്കാട്ടിയും മുമ്പിൽ പൂജ, മറ്റേത്, അത് ഇതെല്ലാത്തിനുള്ള സമയം കൊടുത്തിട്ടാണ് നമ്മളൊരു മുഹൂർത്തം പറയുന്നത്. തുടങ്ങാമെന്ന് പറയുമ്പോൾ പിന്നെ പൂജാരി അവിടെ ഇരുന്ന് വിളക്ക് കത്തിച്ച് അത് എല്ലാം ആയിട്ട് പിന്നെ അതെല്ലാം താലികെട്ടിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളൊരു സമയമാണ്. പക്ഷേ ഇത് അത്തരത്തിലുള്ളതല്ല. അപ്പം അത് കുറച്ച് ചെറിയൊരു പീരീഡായിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധിക്കില്ല. പൊതുവേ മോശം ഒരു ദിവസമായതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും ഒന്നുണ്ട്, മോശമെന്നൊരു ചിന്താഗതിയുണ്ട്. ആ ദിവസം അത് കൊള്ളില്ല എന്നുള്ള.
അതുകൊണ്ട് ജ്യോത്സ്യന്മാർ ഇതെല്ലാം പൊതുവെ ഒഴിവാക്കിയിട്ട് എന്തിനും വേണ്ടാത്ത അങ്ങനെ ഒരു ആശയക്കുഴപ്പമുള്ള ദിവസങ്ങളൊന്നും വേണ്ട. നല്ല ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ആ കൊള്ളാം എന്നൊരു തോന്നലായിരിക്കണമല്ലോ. അല്ലാതെ കർത്തവാവിന് ഒരാൾ ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ എന്താണ് ചെയ്യുക, പറയുക, അവരുടെ മനസ്സിലൊരു ധാരണയുണ്ട്, ഓ കർത്തവാവിനെ കയറിയിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നവരെ ഇന്ന് വെച്ചെന്ന് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ പല വശങ്ങളുള്ളത് കൊണ്ട് എല്ലാവർക്കും മനസ്സിൽ നല്ലൊരു തൃപ്തി വേണ്ട. ഇത് കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ട് പൊതുവെ ഈ ദിവസങ്ങൾ മോശം തന്നെയാണ്, അതിൻ്റെ സംശയമൊന്നുമില്ല. പക്ഷെ അതിലും നല്ല നിമിഷങ്ങൾ ഉണ്ട്. മുഹൂർത്തത്തിന് പറ്റിയ നല്ല ഫലം നൽകുന്ന നിമിഷങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും മുഹൂർത്തങ്ങളൊന്നും നോക്കാതെ നമ്മൾ ചെയ്യുന്ന പല സംഭവങ്ങളും ഇത്തരം നിമിഷങ്ങളിലായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്നും നോക്കിയിട്ടില്ല. ഒരു മുഹൂർത്തം നോക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ഇത് വരുമ്പോഴാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നത് മുഹൂർത്തം നോക്കിയിട്ടാണ്, പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുഹൂർത്തം നോക്കുന്നില്ല. ഇപ്പം പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ കർത്തവാവിലും വെളുത്ത വാവിലുമുള്ള നല്ല മുഹൂർത്ത സമയങ്ങളിലായിരിക്കും സംഭവങ്ങൾ നടക്കുന്നത്. അതിനെയാണ് ഇവിടെ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പം നമുക്ക് ഇന്ന് കാണ്ഡം 7 അനുവാകം 4 സൂക്തം 48 എന്താണ് പറയുന്നതെന്ന്, ഈ മുഹൂർത്തത്തെപ്പറ്റി എന്താണ് പറയുന്നത്, വെളുത്ത വാവിലെ ഈ മുഹൂർത്തത്തെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുവാകം 4 സൂക്തം 48. ഋഷി അഥർവൻ ദേവത രാഗ ഛന്ദസ് ജഗതി. രാഗാമഹം സുഹവാ സുഷ്ടുതി ഹുവേ ശൃണോതു ന സുഭഗ ബോധതു മനാ സീവ്യത്വപ രുച്യാഛിദ്യമാനയാ ദദാതു വീരം ശതദായ മുക്ത്യം യാസ്തേ രാഗേ സുമതയാ സുപേശസോ യാഭിർദദാസി ദാശൂഷേ വസൂനി താമിർനോ അദ്യ സുമനാ ഉപാഗഹി സഹസ്രപോക്ഷ സുഭഗേ രരാണ. ഭാവാർത്ഥം: പൂർണ്ണചന്ദ്രനോടുകൂടിയ രാഗയെ മന്ത്രത്തോടൊപ്പം ഞാൻ ആഹൂതി അർപ്പിക്കുന്നു. അതോടൊപ്പം അർപ്പിക്കുന്ന സ്തുതികളാൽ നമ്മുടെ അഭിലാഷങ്ങൾ സാധിക്കട്ടെ. തയ്യലിലൂടെ വസ്ത്രം നെയ്യുന്നത് പോലെ നമ്മിൽ പ്രജനനത്തിലൂടെ നല്ല പുത്രന്മാരുണ്ടാകണേ. ഈ രാഗ സദ്ബുദ്ധിയുള്ള ഹവിർദാതാവിന് ധനം നൽകുന്നു. അതേ ബുദ്ധിയാൽ നമുക്കും ധനം നൽകുക. പൂർണ്ണചന്ദ്രനോട് കൂടിയ, പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ് നാളിൽ കൂടിയ രാഗയെ, അതൊരു മുഹൂർത്ത സമയമാണ്. അതിലുള്ള പൂർണ്ണചന്ദ്രനിൽ ദിവസം തന്നെ ചില സമയങ്ങൾ, അതിനാണ് രാഗയെ ഞാൻ എന്ത് ചെയ്യാണ്, മന്ത്രത്തോടൊപ്പം ഞാൻ ആഹൂതി അർപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മന്ത്രങ്ങൾ ചെയ്ത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഹൂതി അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ പൂർണ്ണചന്ദ്രനിലും ഈ മുഹൂർത്തത്തിൽ ആഹൂതി അർപ്പിച്ചു കഴിഞ്ഞാൽ, അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ കിട്ടും. അതോടൊപ്പം അർപ്പിക്കുന്ന സ്തുതികളാൽ നമ്മുടെ അഭിലാഷങ്ങൾ സാധിക്കട്ടെ. നമ്മൾ എന്താഗ്രഹം സാധിക്കാനും ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണ് കിട്ടുക. അതുകൊണ്ട് വെളുത്തവാവ് എന്ന് വെച്ചിട്ട് ആ ദിവസം മുഴുവൻ മോശമാണെന്നൊന്നും കണക്കാക്കണ്ട. ചിലപ്പം വെളുത്തവാവിനായിരിക്കും പലവർക്കും ജോലി കിട്ടുന്നത്. ചിലർക്ക് ജോലി കിട്ടിയ ദിവസം വെളുത്തവാവായിരിക്കും. എങ്ങനെ കിട്ടുന്നു? വെളുത്തവാവിന് നല്ല സംഭവങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ട്. അതാണിവിടെ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ അഭിലാഷങ്ങളെല്ലാം സാധിക്കേണ്ടിക്കും. പക്ഷെ എന്ത് വേണം?
സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ സ്തുതികളുടെ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് രാഗ എന്ന ആ മുഹൂർത്തത്തിൽ ചെയ്താൽ നമുക്ക് അഭിലാഷങ്ങളെല്ലാം സാധിക്കാം. തയ്യലിലൂടെ വസ്ത്രം നെയ്യുന്ന പോലെ, നൂല് നെയ്തിട്ടാണ് വസ്ത്രം ഉണ്ടാക്കുന്നത് പോലെ, നമ്മിൽ പ്രജനനത്തിലൂടെ നല്ല പുത്രന്മാർ ഉണ്ടാകണേ. കൂടിച്ചേർന്നിട്ട് ജനിതക ഘടന നോക്കുന്ന ആൾക്കാർക്കറിയാം അതൊരുമാതിരി നൂല് മാതിരി ഇങ്ങനെയാണുള്ളത്. നമ്മുടെ ജനിതക ഘടന നൂല് പോലെയാണുള്ളത്. ഒരു കോണിപ്പടിയുടെ ആകൃതി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം നൂലുകൾ നെയ്ത മാതിരിയാണ് ജനിതഘടന. അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും എടുത്താൽ. അപ്പം അതിൽ നിന്നാണ് ഈ നൂലുകൾ നെയ്തിട്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് നല്ല ജനിതഘടനയിൽ ഇവയെ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ലൊരു കൊച്ചിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം തയ്യലിലൂടെ വസ്ത്രം നെയ്യുന്നത് പോലെ, നൂലുകൾ ചേർത്ത് വെക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ ജനിതക ഘടന നെറ്റിലെടുത്ത് നോക്കിയാൽ കാണാം, നൂല് പോലെയാണ്. അവകൾ തമ്മിൽ വേർതിരിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടാണ് പുതിയ കൊച്ചിനെ ഉണ്ടാക്കുന്നത്. അപ്പം വെളുത്ത വാവിലെ ഈ സമയം കൊച്ചുങ്ങളെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല പുത്രന്മാർ ഉണ്ടാകണേ എന്ന് പറയുകയാണ്. ഈ രാഗ സൽബുദ്ധിയുള്ള ഹവിൽദാതാവിന് ധനം നൽകുന്നു. നല്ല ബുദ്ധിയുള്ള ചിന്തകരായ മനുഷ്യർ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? യജ്ഞം ചെയ്തിട്ട് നല്ല സന്താനങ്ങളെയും ധനവുമെല്ലാം നേടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വെളുത്തവാമനെയും കളയേണ്ട. കഴിഞ്ഞത് രണ്ടിലും കറുത്തവാമനെ പറ്റിയുള്ള പരാമർശവും ആയിരുന്നു. അതൊന്നും കളയേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടെടുക്കുക എന്നതുകൊണ്ട് പൊതുവെ ജ്യോത്സ്യന്മാർ അതെല്ലാം കളയുകയാണ്. അതേ ബുദ്ധിയാൽ നമുക്ക് ധനം നൽകണേ. അന്ന് കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധനം കിട്ടും എന്നും പറയുകയാണ്. ഏതിൽ? ആ പറയുന്ന മുഹൂർത്തത്തിൽ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ പൊതുവെ മോശം തന്നെയാണ്.